നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് വെറും ഒരു സാധാരണ കാര്യമല്ല. ഇത് ഒരിക്കലും യാദൃശ്ചികമല്ല. ഇതൊരു വിളിയാണ്, ഒരു ദൈവിക സൂചന. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഒരാളും മനസ്സിലാക്കാത്ത ഒരു വേദനയോ അല്ലെങ്കിൽ പറയാനാകാത്ത ഒരു വിഷമമോ നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങൾ ചിരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഉള്ളിൽ നിങ്ങൾ തകർന്നു പോയിട്ടില്ലേ? രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 100 ചിന്തകൾ വരുന്നില്ലേ? എന്താണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ദേവി നിങ്ങളെ കാണുകയാണ്. നിങ്ങൾ കരഞ്ഞ രാത്രികൾ, നിങ്ങൾ ആരോടും പറയാത്ത പ്രാർത്ഥനകൾ, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, അവയെല്ലാം ദേവിക്കറിയാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കായിട്ടിരുന്നിട്ടുമില്ല. ഒരു ശക്തി, ഒരു ദൈവിക ശക്തി നിങ്ങളെ എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് ആ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെടാൻ പോകുന്നത്. അടുത്ത 7 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിപ്പോൾ എടുക്കുന്ന ഒരു ചെറിയ തീരുമാനം നിങ്ങളുടെ ഭാവിയെ തന്നെ അതിന് മാറ്റാൻ കഴിയും എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇത് മുഴുവനായി ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ 3 ദേവീ ചിത്രങ്ങൾ കാണുന്നുണ്ടാകും. ഈ 3 ചിത്രങ്ങളിൽ ഒന്നാണ് നിങ്ങളെ വിളിക്കുന്നത്, ഒന്നാണ് നിങ്ങളുടെ ഭാഗ്യം തുറക്കാൻ പോകുന്നത്. പക്ഷെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ലോജിക് ഉപയോഗിക്കരുത്, ചിന്തിക്കരുത്. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഉള്ളിലെ ഫീലിംഗ്, അതിനെ വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക, ഒരു ദീർഘശ്വാസം എടുക്കുക, മനസ്സിൽ ദേവിയെ വിളിക്കുക, നിങ്ങളുടെ ഇഷ്ടദേവിയുടെ പേര് പറയുക. എനിക്ക് ശരിയായ വഴി കാണിച്ചു തരയണം എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഇപ്പോൾ കണ്ണുകൾ പതുക്കെ തുറക്കുക. നിങ്ങളുടെ മുന്നിൽ 1, 2, 3 എന്നിങ്ങനെ നമ്പർ ഇട്ടുകൊണ്ട് 3 ശക്തമായിട്ടുള്ള ദേവീ ചിത്രങ്ങൾ കാണിച്ചിരിക്കുന്നുണ്ട്. ഈ 3 നമ്പറുകളിൽ ഒന്ന് നിങ്ങൾക്ക് വളരെ ശക്തിയുള്ളതായിട്ട്, അട്രാക്റ്റീവായിട്ട് തോന്നും. അതുതന്നെയാണ് നിങ്ങളുടെ ഉത്തരവും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ചിത്രം നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത 7 ദിവസത്തിനുള്ളിൽ എന്ത് മാറ്റം കൊണ്ടുവരും എന്ന് ഇപ്പോൾ നിങ്ങൾ അറിയാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ 1ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ 1ാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് ദേവിയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിന്റെ സൂചനയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് നാളായിട്ട് ഒരു ആഗ്രഹമുണ്ടല്ലോ, നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലാത്ത, പക്ഷെ ദിവസവും മനസ്സിൽ ചിന്തിക്കുന്ന. അത് ധനവുമായിട്ട് ബന്ധപ്പെട്ടതാകാം, ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഒരു ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടതാകാം. ഇനി അതുമല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാകാം. ദേവി ഇപ്പോൾ പറയുന്നത്, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, നിങ്ങൾ ഇത്രയും നാളായിട്ട് കാത്തിരുന്ന ആ ഒരു കാര്യം അത് ഇനി വൈകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വാതിൽ തുറക്കാൻ പോവുകയാണ്. പക്ഷെ അതിനു മുൻപ് ഒരു ചെറിയ പരീക്ഷണം ഉണ്ടായേക്കാം. ഇപ്പോഴുള്ള ചില തടസ്സങ്ങൾ, ചില വൈകിപ്പോകലുകൾ, ഇവയെല്ലാം നിങ്ങളെ പരീക്ഷിക്കാനാണ്. നിങ്ങൾ ക്ഷമ കൈവിടരുത്. കാരണം ദേവി നിങ്ങളെ വളരെ വലിയ ഒരു അനുഗ്രഹത്തിനായി തയ്യാറാക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മറ്റുള്ളവർക്ക് കാണാനാകാത്ത ഒരു മാറ്റം നടക്കുന്നുണ്ട്. അത് ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം, നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വളർച്ച, ഇതെല്ലാം ഒരു വലിയ ഉയർച്ചയുടെ തുടക്കമാണ്. നിങ്ങൾക്ക് അടുത്ത 7 ദിവസങ്ങളിൽ ഒരു പ്രത്യേക അടയാളം ലഭിക്കും. അത് ഒരുപക്ഷെ ഒരു ഫോൺ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സന്ദേശമായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള സഹായമായിരിക്കാം. ഈ അടയാളം വന്നാൽ അതിനെ അവഗണിക്കരുത്. അതുതന്നെയാണ് ദേവിയുടെ മറുപടി. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകൾ പതുക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നതാണ്. എനിക്ക് ഇതിന് സാധിക്കില്ല എന്ന ചിന്ത മാറ്റി ദേവി എനിക്കൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് നേടാൻ സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഒരു ദൈവിക ശക്തി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അത് സ്ഥിരമായതല്ല.
അതും കടന്നുപോകും. ഇനി വരാനിരിക്കുന്നത് സന്തോഷത്തിന്റെ കാലമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ അവസരം, ഒരു ചെറിയ തുടക്കം, അത് വലിയ വിജയമായി മാറും. ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കപ്പെടും. നിങ്ങളെ ശരിയായി മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരാൾ തന്നെ നിങ്ങളെ കൂടുതൽ വിലമതിക്കാൻ തുടങ്ങും. ദേവി നിങ്ങളോട് പറയുന്നത്, ഇനി നീ പേടിക്കേണ്ട, നിനക്കൊപ്പം ഞാനുണ്ട്. ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ പോവുകയാണ്. ഇപ്പോൾ മുതൽ നിങ്ങൾ കൂടുതൽ ശക്തനായ അല്ലെങ്കിൽ ശക്തിയായ വ്യക്തിയാകും. നിങ്ങളുടെ തീരുമാനം കൂടുതൽ വ്യക്തമായിരിക്കും. നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അടുത്ത 7 ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയം നിങ്ങൾ പോസിറ്റീവായിരിക്കണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക. പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചിലവഴിക്കുക. ദേവിയുടെ അനുഗ്രഹം ഇപ്പോൾ നിങ്ങളിലേക്ക് ഒഴുകുകയാണ്. നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണോ? ഇത് നിങ്ങൾക്ക് ഒരു തുടക്കമാണ്, ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. മാറി വരുന്നത് നിങ്ങളുടെ ഭാഗ്യമാണ്. ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുക. ദേവി ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ദേവിയുടെ അനുഗ്രഹത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദേവി നിങ്ങളിൽ അത്ഭുതം സൃഷ്ടിക്കും എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അമ്മേ നാരായണ, ദേവി നാരായണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഇതൊരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. നിങ്ങൾ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് മനസ്സിൽ ഒരു ഭാരം അനുഭവിക്കുന്നുണ്ട്. എന്തോ ഒന്ന് ശരിയായ രീതിയിൽ പോകാത്തതുപോലെ, എന്ത് ചെയ്താലും പൂർണ്ണതയില്ലാത്തതുപോലെ. അത് നിങ്ങൾക്ക് മാത്രം തോന്നുന്നില്ല. ദേവി അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സഹിച്ച വേദന, നിങ്ങൾ അടക്കി വെച്ച കണ്ണുനീർ, നിങ്ങൾ ആരോടും പറയാത്ത വിഷമങ്ങൾ, ഇവയെല്ലാം ഇപ്പോൾ അവസാനിക്കാനാണ് പോകുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ്. ഇത് മാറ്റത്തിന്റെ സമയമാണ്. പഴയത് വിടുകയും പുതിയത് സ്വീകരിക്കുകയും ചെയ്യേണ്ട സമയം. നിങ്ങൾ പിടിച്ചു നിൽക്കുന്ന ചില കാര്യങ്ങൾ, ചില ആളുകൾ, ചില ഓർമ്മകൾ, ഇവയെല്ലാം ഇനി നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാണ്. ദേവി നിങ്ങളോട് പറയുന്നത്, വിടുക, ഭയപ്പെടേണ്ട, പുതിയത് ഞാൻ നിനക്ക് നൽകും എന്നതാണ്. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ ഒരു മാറ്റം നിങ്ങൾക്ക് വ്യക്തമായി തോന്നും. അത് ചെറിയതായിരിക്കും, പക്ഷെ അതിന്റെ പ്രഭാവം വലിയതായിരിക്കും. നിങ്ങൾക്ക് ഒരു പുതിയ അവസരം ലഭിക്കും. അത് ഒരുപക്ഷെ ഒരു ജോലി ആയിരിക്കാം, ഒരു പുതിയ ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തി. ഈ അവസരം വന്നാൽ അതിനെ ഭയന്ന് പിന്മാറരുത്. കാരണം അതിലൂടെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾ മാറാൻ പോകുന്നു. നിങ്ങളുടെ സമീപനം മാറാൻ പോകുന്നു. ഇത് ഒരു വലിയ ഉയർച്ചയുടെ അടിസ്ഥാനമാണ്. ഇനി നിങ്ങൾ പഴയ ആളല്ല. നിങ്ങൾ കൂടുതൽ ശക്തനാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ശക്തയാണ്, കൂടുതൽ ബോധമുള്ള ആളാണ്. നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ വ്യഥയല്ല. അത് നിങ്ങളെ ഇന്ന് ഇത്രയും ശക്തനാക്കാനായിട്ട് സഹായിച്ചു എന്നതാണ് സത്യം. നിങ്ങളുടെ ചില ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ പതിയെ പതിയെ മാറിത്തുടങ്ങും. നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾ അവരുടെ തെറ്റ് മനസ്സിലാക്കും, അല്ലെങ്കിൽ ദേവി നിങ്ങളെ അവരിൽ നിന്നും അകറ്റും. ഇതെല്ലാം നിങ്ങളുടെ നന്മയ്ക്കാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേദനയുണ്ടായേക്കാം. പക്ഷെ അതാണ് ദേവിയുടെ തീരുമാനം. അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കിനി ശാന്തി ലഭിക്കാൻ പോകുന്ന കാലമാണ് വരുന്നത്. മനസമാധാനം, അത് നിങ്ങൾ ഏറെ നാളായിട്ട് തേടുന്നില്ലേ? ഒരു മനസമാധാനമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ദേവിയോട് പ്രാർത്ഥിച്ചത് മനസമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കണമേ എന്ന് തന്നെയാണ്, അല്ലെ? ഇപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അടുത്ത 7 ദിവസങ്ങളിൽ ഒരു സംഭവം നടക്കും. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ ആശ്വാസം നൽകും. എല്ലാം ശരിയാകുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അതെ, അതാണ് ദേവിയുടെ അടയാളം. നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിന്റെ ശരിയായ പാതയിലാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന മാറ്റത്തെ സ്വീകരിക്കുക. ഭയപ്പെടാതെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കുക. ദേവി നിങ്ങളെ നയിക്കുകയാണ്. ഇനി നിങ്ങൾ പിന്നോട്ട് നോക്കേണ്ട ആവശ്യമില്ല. മുന്നോട്ട് മാത്രം നോക്കിക്കൊണ്ട് മുൻപോട്ട് പോവുക. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പുതിയ ദിശയിലേക്ക് പോവുകയാണ്. അത് കൂടുതൽ നല്ലതായിരിക്കും. നിങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകൾക്കും ഇപ്പോൾ അർത്ഥമുണ്ടാകും.
കാരണം അത് നിങ്ങളെ ഈ മാറ്റത്തിനായി തയ്യാറാക്കി എന്നതാണ് സത്യം. നിങ്ങൾ ഒരുപാട് ദൂരം പോകാൻ പോവുകയാണ്. ഇത് ഒരു ചെറിയ തുടക്കം മാത്രമാണ്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തത് ഒരു വലിയ ഭാഗ്യത്തിന്റെ സൂചനയാണ്. വിശ്വസിക്കുക, സ്വീകരിക്കുക, മാറ്റം വരുന്നു. അതൊരു നല്ല മാറ്റമാണ് എന്നത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2-ാം നമ്പർ ചിത്രമാണെങ്കിൽ ഈ മാറ്റം സ്വീകരിക്കാനായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 3-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 3-ാമത്തെ ചിത്രമാണെങ്കിൽ ഇത് വളരെ ശക്തമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ഇത് ദേവിയുടെ രക്ഷയും ശക്തിയും നിങ്ങളിലേക്ക് വരുന്നതിന്റെ സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്തോ ഒന്ന് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ചില കാര്യങ്ങൾ തടസ്സപ്പെടുന്നത് പോലെ, ചില ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാത്തതുപോലെ, അതിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനയും വിഷമവും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ എന്തോ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ തടയുന്നത് പോലെ നിങ്ങൾക്ക് പലതവണ അനുഭവപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറും തോന്നലല്ല. ദേവി ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജി ഇനി അവസാനിക്കാൻ പോകുന്നു എന്ന്. അതെ, ഇത് ഒരു ശുദ്ധീകരണ കാലമാണ്. നിങ്ങളെ തടഞ്ഞിരുന്നത്, നിങ്ങളുടെ വളർച്ച തടസ്സപ്പെടുത്തിയിരുന്നത്, അതൊക്കെയും ഇനി നീങ്ങിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാനിരിക്കുകയാണ്. പക്ഷെ ഈ മാറ്റം ശാന്തമായി വരില്ല. ഇത് ശക്തമായ രീതിയിലായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്. കാരണം ദേവി നിങ്ങളെ ഒരു ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്കിനി മുൻപത്തെ പോലെ ദുർബലനാകാൻ അല്ലെങ്കിൽ ദുർബലയാകാൻ പറ്റില്ല. നിങ്ങൾക്കിനി ശക്തനായിരിക്കണം. അതിനാലാണ് ഈ പരീക്ഷണങ്ങൾ നിങ്ങളെ തേടി വന്നത്. നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ, വഞ്ചനകൾ, നിരാശകൾ ഇവയെല്ലാം നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ ശക്തനാക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഒരു ടേണിംഗ് പോയിന്റിലാണ്. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ മാറ്റം നിങ്ങൾ കാണും. അത് ഒരു സത്യം പുറത്തു വരുന്നതായിരിക്കും. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു വഴി തുറക്കപ്പെടുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. കാരണം ദേവി നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. നിങ്ങളുടെ ചുറ്റും ഒരു ദൈവിക സംരക്ഷണ വലയം ഉണ്ടാകുന്നു. നെഗറ്റീവ് ആളുകൾ, നെഗറ്റീവ് എനർജി ഇവയെല്ലാം നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ തുടങ്ങുകയാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും. നിങ്ങൾ എന്ത് വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണം, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ഇത് ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം തെറ്റായ വഴിയിൽ പോകുന്നത് ഇനി അവസാനിക്കും. നിങ്ങൾക്ക് ഇനി ശരിയായ ദിശയിലേക്കാണ് പോകേണ്ടത്. നിങ്ങളുടെ ആത്മവിശ്വാസം വളരാൻ പോവുകയാണ്. നിങ്ങൾ ഇനി ആരെയും ആശ്രയിക്കാതെ മുന്നോട്ടു പോകൂ. നിങ്ങളുടെ ഉള്ളിലെ ശക്തി ഇപ്പോൾ ഉണരുകയാണ്. അതെ, ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ വിജയം തടയാൻ ഇനി ആർക്കും കഴിയില്ല. ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നേറ്റമുണ്ടാകും. നിങ്ങൾ നേരിട്ട തടസ്സങ്ങൾ ഒന്നൊന്നായിട്ട് മാറിത്തുടങ്ങും. നിങ്ങൾ ചെയ്ത പരിശ്രമം ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങുകയാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, ബന്ധങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത ലഭിക്കും എന്നതാണ്. നിങ്ങളെ സത്യമായി സ്നേഹിക്കുന്നവർ നിങ്ങളോടൊപ്പം തന്നെ തുടരും. മറ്റുള്ളവർ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. കാരണം അത് ദേവിയുടെ പ്ലാൻ ആണ്. നിങ്ങൾക്ക് നല്ലത് മാത്രം നൽകാനാണ് ദേവി ശ്രമിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ്. നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം കേൾക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. ദേവി നിങ്ങളെ നയിക്കുകയാണ്. അടുത്ത 7 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഈ സമയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയും. 3-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്തത് ഒരു വലിയ വിജയത്തിന്റെ അടയാളമാണ്. ഇനി നിങ്ങൾ പിന്നോട്ടില്ല, മുന്നോട്ട് മാത്രം, വിജയത്തിലേക്ക് മാത്രം. വിശ്വസിക്കുക, നിങ്ങൾക്ക് കഴിയും. ദേവി നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ദേവിയുടെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 3-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.